ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ ഇതിൻ്റെ റെസിപ്പി എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലേ? എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ എഗ് പഫ്സിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇന്നിത് ഉണ്ടാക്കുന്നത് എയർ ഫ്രയറിലാണ്. അപ്പോൾ ആദ്യം തന്നെ അതിന് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അത് 5 മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എയർ ഫ്രയർ വാങ്ങിയ ഒരു സമയം തൊട്ടേ വിചാരിക്കുന്നതാണ് അതിൻ്റെ റെസിപ്പീസൊക്കെ ഒന്ന് ചെയ്യണമെന്ന്. അപ്പോൾ ഇതിന് മുമ്പേ ചിക്കൻ അൽഫാം ഉണ്ടാക്കുന്ന റെസിപ്പി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണ്ടവരൊക്കെ. ഇനിയിപ്പോൾ എന്താ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴറ്റി കിട്ടിക്കോളും. ഫ്ലെയിമൊക്കെ ഒന്ന് നല്ല പോലെ ഒന്ന് കുറച്ച് കൊടുക്കാം. അതല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അടുക്കി പിടിച്ചു പോകും. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ വഴറ്റി വന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നില്ലേ ഈ പഫ്സിൻ്റെ ഫാൻസ് ഭയങ്കരമായിരിക്കും അല്ലേ? എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് പഫ്സ്. അപ്പോൾ എന്തായാലും ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഒന്ന് ചതച്ചെടുത്തിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറിയ പീസ് ഇഞ്ചിയാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി എന്താ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വഴറ്റി വരുന്നുണ്ട്. പിന്നെ പഫ്സ് ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു പഫ്സ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കാം. ഇനി ഇതിലേക്കുള്ള മാവൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇതിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും 1 ടേബിൾ സ്പൂൺ അളവിൽ ഓയിലും പിന്നെ വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലെ കുഴച്ചെടുക്കുന്ന സമയത്ത് എനിക്ക് നല്ല പണി കിട്ടി കേട്ടോ. ആദ്യം ചേർത്ത് 2 കപ്പ് മൈദ കുറഞ്ഞു പോയെന്ന് വിചാരിച്ചിട്ട് കുറച്ചുകൂടി മൈദ ഇട്ടിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താണ്. അപ്പോഴേക്കും വെള്ളം നന്നായിട്ട് തന്നെ കൂടിപ്പോയി. പിന്നെ മൈദയൊക്കെ ഇട്ടിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കുമ്പോഴേക്കും മാവ് കുറേ വലുതായി പോയിട്ടാ. കുറച്ച് അധികം തന്നെ ക്വാണ്ടിറ്റി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 3 കപ്പ് മൈദയൊക്കെ എടുത്തിട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്കൊരു കറക്റ്റ് മെഷർമെൻറ്റിൽ കിട്ടും. ഒരുപാടൊന്നും ആയിപ്പോവില്ല. ഇനിയിപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ട് വരാം. ഒരുപാട് ലൂസ് ആവാണ്ട് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നല്ല ടേസ്റ്റിലുള്ള പഫ്സ് നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റുക. നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പരത്തിയെടുക്കാം കേട്ടോ. ഞാനില്ലേ ഫസ്റ്റ് പരത്തുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയിട്ടാണ്. അതുകൊണ്ടാണ് പിന്നെയും എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ വീഡിയോ. അപ്പോൾ ഇത് റൗണ്ടിലൊന്ന് പരത്തി എടുത്തിട്ട് 2ആയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ഭാഗത്തായിട്ട് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 4ആയിട്ടൊന്ന് മടക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇങ്ങനെ മടക്കി പരത്തിയെടുക്കാം. അത്രയും നമുക്ക് ലെയറിലുള്ള പഫ്സ് കിട്ടും. ഇപ്പം ഞാനൊരു പ്രാവശ്യം മാത്രമേ പരത്തിയെടുക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ നെയ്യോ എന്ത് വെച്ചിട്ടും പരത്തിയെടുക്കാം കേട്ടോ. ബട്ടറൊക്കെ വെച്ച് പരത്തിയെടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ മുട്ട ഒന്ന് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പഫ്സിൻ്റെ ഷീറ്റിലേക്ക് കുറച്ച് മസാല ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അതിന് മുകളിലായിട്ട് ഒരു പീസ് മുട്ട വെച്ച് കൊടുത്തിട്ട് ബാക്കി കുറച്ചുകൂടി മസാല ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. 4 ഭാഗത്തേക്കൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പഫ്സിൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ടാവും. ഞാനില്ലേ ഇതിനു മുമ്പ് ഓവനിൽ പഫ്സ് റെഡിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനേക്കാളും നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത്. കുറച്ചുകൂടി ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എയർ ഫ്രൈയിൽ ഉണ്ടാക്കുമ്പോഴാണ്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വരുന്നുണ്ട്. പിന്നെ ഒരുപാട് ടൈം എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ മാവും കൂടി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാനിത് ചെയ്യുന്ന സമയത്തിൽ ഉമ്മയും കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ 2ആളും കൂടിയിട്ടാണ് ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത്. ഇനിയിപ്പോൾ പരത്തിയെടുത്തിട്ടുള്ള ആ ഒരു മാവ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് 4ആയിട്ടൊന്ന് മടക്കി കൊടുക്കാം. നിങ്ങൾക്ക് പറയുന്നതിനേക്കാളും ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇനിയിപ്പോൾ എല്ലാ മാവും അതുപോലെ ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ. നമ്മൾ എത്ര ലെയറായിട്ട് ഇത് മടക്കിയിട്ട് വീണ്ടും പരത്തിയെടുക്കുന്നോ അത്രയും ടേസ്റ്റാണ് കേട്ടോ പഫ്സ് കഴിക്കാനായിട്ട്. നമ്മൾ കുറേ ലെയറായിട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാക്കില്ലേ ആ ഒരു ടേസ്റ്റിലുള്ള തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും.
ഇനിയിപ്പോൾ ഇതാ നമുക്കിത് എയർ ഫ്രയറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ച് ഓയിലൊന്ന് ബ്രഷാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ, ഇതിൽ ഒട്ടിപ്പിടിച്ച് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള പഫ്സൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. അതിന് മുകളിലായിട്ട് കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, കുറേയൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്യുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ ഒരു മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിന് മുകളിലായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്ലേസ് ആയിട്ട് തന്നെ നമുക്ക് കിട്ടും, കാണാനായിട്ട് നല്ല ഭംഗിയായിരിക്കും. ആ ഒരു ഗോൾഡൻ കളറിലേക്ക് ഇട്ടു കേട്ടോ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത്. ഇനി അതുകൂടി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് എയർ ഫ്രയറിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഇല്ലേ 200 ഡിഗ്രിയിൽ ഒരു 15 മിനിറ്റാണ് കേട്ടോ സെറ്റ് ചെയ്ത് വെക്കുന്നത്. ആ ഒരു ടൈം കൊണ്ട് തന്നെ റെഡി ആവുന്നുണ്ട്. പിന്നെ ആദ്യം വെച്ചതാണ് 15 മിനിറ്റൊക്കെ എടുക്കുന്നത്, പിന്നെ വെക്കുമ്പം അത്രയും ടൈം എടുക്കുന്നില്ല കേട്ടോ. ഒരു 10 മിനിറ്റൊക്കെ ആകുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം, വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടി വെച്ചാൽ മതി. ഇനിയിപ്പോൾ തന്നെ ഒന്നുകൂടി ഒന്ന് മുട്ട ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പഫ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല ക്രിസ്പായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങില്ലേ അതേപോലെ തന്നെ ഉണ്ട് കാണാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.